മുല്ലപ്പെരിയാറിൽ സർക്കാരിന്റെ നിലപാടും സമരസമിതിയുടെ നിലപാടും തമ്മിൽ വ്യത്യാസമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ ഡാം വേണ്ടെന്ന നിലപാട് തനിക്കോ പുതിയ സർക്കാരിനോ ഇല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അഴിമതിക്കാർ പുതിയ സർക്കാർക്ക് ഒരു തരത്തിലും സഹായം നൽകില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രിമാർക്ക് LDF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ നിലപാടും സമരക്കാരുടെ നിലപാടും തമ്മിൽ വ്യത്യാസമില്ലെന്നും യാഥാർത്ഥ്യങ്ങൾ കണ്ടുപോകണമെന്ന് മാത്രമാണ് താൻ ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞതെന്നുമായിരുന്നു പിണറായി വിജയൻ വിശദീകരിച്ചത്. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായി സംഘർഷത്തിൽ പോകാൻ സർക്കാരിന് താല്പര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ലെന്നും പിണറായി വിശദീകരിച്ചു. പുതിയ ഡാം വേണ്ട എന്ന നിലപാടല്ല എനിക്കോ ഈ പുതിയ ഗവൺമെന്റിനോ ഉള്ളത്. കേരളത്തിൽ അങ്ങനെ നിലപാടില്ല. പക്ഷെ പുതിയ ഡാം നമ്മൾ കുറച്ച് കല്ല് കൊടുത്ത് കൊണ്ടുപോയി കെട്ടാൻ കഴിയുന്നതല്ല. പുതിയ ഡാം കെട്ടണമെങ്കിൽ നമ്മൾ തന്നെ നിയമസഭ പാസ്സാക്കിയുള്ള പ്രമേയം തന്നെ തമിഴ്നാടും കേരളവും കൂടിയേ സാധിക്കും. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് സമ്മതിക്കണം. അപ്പോൾ തമിഴ്നാടും കേരളവും കൂടി കെട്ടുകയാണ് വേണ്ടത്. അന്താരാഷ്ട്ര വിദഗ്ധരെ കൊണ്ട് ഡാമിൻ്റെ ബലത്തെപ്പറ്റി പരിശോധന നടത്തണമെന്നാണ് നമ്മുടെ നിലപാട്. എന്നാൽ ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതി അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അഴിമതിക്കാർക്കെതിരെ സർക്കാർ ശക്തമായ നിലപാടെടുക്കും. അഴിമതിക്കാർ പഴയ ശീലം വെച്ച് പുതിയ കാലത്ത് പെരുമാറരുത്. നേമത്തെ രാജഗോപാലിൻ്റെ വിജയം BJPയുടെ ശക്തി കൊണ്ടല്ല. UDFിൻ്റെ ബൂത്ത് ഏജന്റുമാർ പോലും പല ബൂത്തിലും ഇല്ലാതെ പോയി. പ്രതീക്ഷിച്ച സീറ്റുകളിൽ വിജയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് RSS സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടുന്നതെന്നും പിണറായി പറഞ്ഞു. ചടങ്ങിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് LDF ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. വിവിധ മന്ത്രിമാർ, MLA മാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലയിൽ 24 പേർ കുറ്റക്കാരെന്ന് പ്രത്യേക കോടതി വിധി. 66 പ്രതികളിൽ 36 പേരെ വെറുതെ വിട്ടു. മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന BJP നേതാവ് വിപിൻ പട്ടേലിനെയും കോടതി വെറുതെ വിട്ടു. ആർക്കെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്താനാകില്ലെന്നും കോടതി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. 2002 ഗുജറാത്ത് കലാപ കേസുകൾ വിചാരണ നടത്തുന്ന അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയാണ് ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ വിധിന്യായം പ്രഖ്യാപിച്ചത്. മൊത്തം 66 പ്രതികൾ. വിചാരണയ്ക്കിടെ 5 പേർ മരിച്ചു. ബാക്കിയുള്ള പ്രതികളിൽ 24 പേർ മാത്രമാണ് കുറ്റക്കാർ. സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ 36 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഗുജറാത്ത് കലാപം ആരംഭിച്ച 2ാം ദിവസം ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് ഇരച്ചുകയറിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ച മുഖ്യ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന BJP നേതാവ് വിപിൻ പട്ടേലിനെയും കോടതി വെറുതെ വിട്ടു. തെളിവുകളില്ല എന്നാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. 24 പ്രതികളിൽ 11 പേർക്കെതിരെയുള്ള കൊലക്കുറ്റം കോടതി ശരിവച്ചു. 13 പേർ ആക്രമണത്തിൽ പങ്കാളികളായി. ആർക്കെതിരെയും ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ തിങ്കളാഴ്ച ജഡ്ജി PB ദേശായിയുടെ പ്രത്യേക കോടതി വിധിക്കും. കൂട്ടക്കൊല നടന്ന 14 വർഷത്തിനു ശേഷമാണ് വിധി പറയുന്നത്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് കലാപമുണ്ടായത്. 29 വീടുകളും 10 അപ്പാർട്ട്മെന്റുകളും സ്ഥിതി ചെയ്യുന്ന ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് കലാപത്തിനിടെ എത്തിയ അക്രമി സംഘം കോൺഗ്രസ് MP ഇൻഷാൻ ജാഫ്രി അടക്കം 69 പേരെ കൊലപ്പെടുത്തി. കൊലപാതകികൾക്കെതിരെ ഇൻഷാൻ ജാഫ്രിയുടെ ഭാര്യ സാക്രിയ ജാഫ്രി, സാമൂഹ്യ പ്രവർത്തക ടീസ്ത സെൽദൽവാദിന്റെ സംഘടനയായ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. 36 പേരെ വെറുതെ വിട്ടതിൽ അതൃപ്തിയുണ്ടെന്നും ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സാക്രിയ ജാഫ്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.